ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അങ്ങനെ ശ്രീകല ദേവിയോട് ചോദിക്കുകയാണ്, നിനക്കവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവർ തന്നെ നന്നായിട്ട് നോക്കുന്നൊക്കെ ഇല്ലേ? എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല. രാവിലെ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കും, അതിനുശേഷം ലേഹ്യം തരും. ലേഹ്യമോ? എന്ത് ലേഹ്യം? ആയുർവേദ കൂട്ടുകൊണ്ടുണ്ടാക്കിയ ലേഹ്യം. എൻ്റെ മോളെ, നിന്റെ അച്ഛൻ ഞാനും കൂടി നിന്നെ കാണാൻ വന്നപ്പം കൊണ്ടുവന്ന പച്ചമരുന്ന് വെച്ചിട്ടുണ്ടാക്കിയ ലേഹ്യമൊന്നും അല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കേ. അതൊന്നും അല്ല, ഇത് ബാലച്ചൻ ഏതോ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ലേഹ്യമാ. ആ, നന്നായി. ഞങ്ങൾ ആ കൊണ്ടുവന്ന കൂട്ട് വെച്ചിട്ട് അബദ്ധവശാൽ പോലും നീ ലേഹ്യമൊന്നും ഉണ്ടാക്കി കഴിച്ചേക്കരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതിനും എന്തോ ഔഷധ ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ അച്ഛനും അമ്മയും കൂടി കൊണ്ടുവന്നേ എന്ന് അപ്പോൾ ദേവി ചോദിക്കൂ. എൻ്റെ മോളെ, നിന്നെ കാണാൻ വെറും കൈയോടെ വരുന്നത് എങ്ങനെയാന്ന് കരുതി കണ്ട കാട്ടുപള്ളിയൊക്കെ പറിച്ചുകൊണ്ട് ആയുർവേദ മരുന്നെന്നും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നത്. നിന്നോടൊന്നും പറയാനും എനിക്ക് പറ്റിയില്ല. നീ അതൊന്നും കഴിച്ചേക്കല്ലേ മോളെ. അബദ്ധവശാൽ പോലും വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് സ്ത്രീകളെ ചോദിക്കൂ. ഓ, ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും. ഇതിലും ഭേദം നിങ്ങൾ കൈയും വീശി അങ്ങ് വന്നാൽ പോരായിരുന്നോ? ഈ കള്ളങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്ന എന്തിനാ എന്ന് അപ്പം ചോദിക്കുക. എൻ്റെ വിദ്യ ഇത്, നിങ്ങളെയൊക്കെ സഹിക്കുക എന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ എന്നപ്പം പറയൂട്ടോ. അപ്പം ഫോൺ കട്ട് ചെയ്യും. അന്നേരത്തേക്കും ശ്രീകല പറയും, ദേ ആനന്ദിനോട് കാശ് ചോദിക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല എന്ന് പറയും. ഓ, ഇനി എങ്ങനെ ബാലന് കാശ് കൊടുക്കും? ബാലന് 10 ലക്ഷം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മോളുടെ കാര്യം കട്ടപ്പുകയാ. വേറെ എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. ആനന്ദിനോടെങ്ങാനും കാശ് ചോദിച്ചെന്നറിഞ്ഞാൽ ദേവി മോള് നമ്മളെ കൊല്ലും എന്ന് ശ്രീകല പറയാണ് കേട്ടോ. അതേസമയം ദേവി റൂമിലിരുന്ന് ആകെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണേ, അച്ഛൻ്റെ അമ്മയുടെയും ഈ സ്വഭാവമൊക്കെ കാരണമേ. അതേസമയം ആലോകിനൊരു കോള് വരിക. ആലോകത എടുത്ത് നോക്കുമ്പം അനുവാ. ആ, ഹലോ അനു എന്ന് ചോദിക്കേ. ആലോകെ, നീ എന്തെടുക്കുക? പ്രത്യേകിച്ച് ഒരു പണിയില്ല, ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ആലോക പറയും. എന്നെക്കുറിച്ചാണോ ആലോകെ നീ ആലോചിക്കുന്നേ എന്ന് ചോദിക്കുക. അല്ല, നാളത്തെ പ്ലാൻ എങ്ങനെയാ? 10 മണിയാകുമ്പം വികാസ് ഭവനടുത്ത് ഞാൻ വരും. ആലോക അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് അനുശ്രീ പറയും. അപ്പം രാവിലെ കാണാം. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യൂ കേട്ടോ. എന്നാൽ ശരി, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണേ. ആലോകിന് ഭയങ്കര സന്തോഷമാവുക. അനു ശരിക്കും തൻ്റെ കെണിയിൽ വീണ് കഴിഞ്ഞല്ലോ. അതേസമയം സുകന്യാണെങ്കിൽ ഓരോന്നിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. വേറൊന്നിനുമല്ല, പുറത്തു പോകാനായിട്ട്. ധർമ്മനും ഒരുങ്ങിട്ടോ. രണ്ടുപേരും കൂടി ബീച്ചിലും പാർക്കിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് സുകന്യ ധർമ്മനെ ശ്രദ്ധിക്കുന്നത്. എന്ത് സുകന്യെ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കും. നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് സുകന്യ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. എന്തു പറ്റി? എന്താ സുകന്യെ, നീ എന്താ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ എന്ന് ചോദിക്കും. എന്നിട്ട് ധർമ്മൻ സുകന്യയുടെ അടുത്തിരിക്കും. ദേ, ധർമ്മേട്ടൻ ഈ കോലത്തിലാണോ എൻ്റെ കൂടെ വരുന്നത് എന്ന് ചോദിക്കും. അല്ല, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ധർമ്മൻ ഒരു മുണ്ടും ഷർട്ടുമാണേ ഇട്ടിരിക്കുന്നത്. മുണ്ടും ഷർട്ടും നല്ല വേഷമല്ലേ എന്ന് ചോദിക്കും. ഒന്നാമത് ധർമ്മേട്ടനെ കണ്ടാൽ നല്ല പ്രായം തോന്നിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനെ പ്രായമായവരുടെ വേഷം കൂടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? അമ്മാവ ലുക്ക ഇപ്പം ധർമ്മേട്ടനെ കണ്ട. നമ്മൾ രണ്ടും കൂടി എവിടെയെങ്കിലും പോയാലേ അച്ഛനും മകളും ആണോ എന്ന് ആൾക്കാർ ചോദിക്കും എന്നൊക്കെ സുകന്യ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മന് സങ്കടം വരുവാണേ. നീ എന്തൊക്കെയാ സുകന്യ ഈ പറയുന്നത് എന്ന് ധർമ്മൻ ചോദിക്കും. നമ്മളെ ഒരുമിച്ച് കണ്ട അമ്മാവനും പേരക്കുട്ടിയും കൂടി പോകുമായിരിക്കും എന്നൊക്കെ നാട്ടുകാർ പറയും എന്ന്. അപ്പം ധർമ്മൻ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ധർമ്മനാണ് കണ്ണാടി പോയി നോക്കും. ഏയ്, അങ്ങനെയൊന്നും തോന്നിക്കില്ല, അത്ര പ്രായമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സുകന്യ പറയും, നല്ല പ്രായം തോന്നിക്കും. ശരി, ഇപ്പം എന്ത് വേണം? നമുക്ക് പുറത്ത് പോകണ്ടേ എന്നപ്പോൾ ധർമ്മൻ ചോദിക്കും. പുറത്ത് പോകണം, പക്ഷേ ഞാൻ തരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം ധർമ്മേട്ടൻ എൻ്റെ ഒപ്പം വരാൻ എന്ന് സുകന്യ പറയും. അതിന് സമ്മതമാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയേ. ശരി, ഒരു വഴക്ക് വേണ്ട. നീ ഏത് ഡ്രസ്സാന്ന് വെച്ചാൽ എടുത്ത് താ, ഞാൻ ഇടാം. പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കും. ശരി എന്നും പറഞ്ഞ് സുകന്യ ചിരിക്കും കേട്ടോ. അതേസമയം ഗോമതി ദേവിയുടെ റൂമിലേക്ക് ചെല്ലുക. ദേവി അവിടെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവിനെ വിളിക്കുവേ. അപ്പോൾ ഗോമതിയോട് ചോദിക്കും, എന്താമ്മേ, എന്താ കാര്യം? മോളെന്ന് ലേഹ്യം കഴിച്ചായിരുന്നോ? ലേഹ്യമോ? അതിന് വൈദ്യുതി തന്ന ലേഹ്യം തീർന്നായിരുന്നല്ലോ അമ്മേ. ഇന്ന് ബാലച്ചൻ പുതിയത് മേടിച്ചുകൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടല്ലേ കഴിക്കാൻ പറ്റൂ എന്ന് ചോദിക്കേ. എൻ്റെ കൊച്ചേ, അതല്ല, നീ മറന്നുപോയോ ദേവി മോളെ? ഉദയഭാനു സാറ് കൊറിയയിൽ നിന്ന് നല്ല നാടൻ പച്ചമരുന്നുകൾ
കൊണ്ടുവന്നില്ലേ, ആ പച്ചമരുന്നുകൾ സാറ് പറഞ്ഞ പോലെ 2 ആഴ്ച വെയിലത്ത് വെച്ച് ഉണക്കി ഇന്ന് ലേഹ്യം ഉണ്ടാക്കി. ആ ലേഹ്യം കഴിക്കാനാ ഞാൻ നിന്നെ വിളിക്കുന്നത്. അയ്യോ എന്നും പറഞ്ഞ് ദേവി അപ്പം ഞെട്ടിയേക്കും. എന്താ എന്താ മോളെ? ഏയ് ഒന്നുമില്ല അമ്മേ. ഓ ദൈവമേ, അമ്മയോട് എങ്ങനെയാ പറയുക അതൊക്കെ കാട്ടുപള്ളകളാണെന്ന്. അല്ല മോളെ, ലേഹ്യം കഴിക്കാൻ വിളിച്ചതിനെ മോളെന്തിനാ ഇത്ര പേടിക്കുന്നേ എന്ന് ഗോമതി ചോദിക്കും. അല്ല അത് പിന്നെ അമ്മേ, അത് അമ്മ ആ ലേഹ്യം ടേസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. ടേസ്റ്റ് ചെയ്തോ അമ്മേ എന്നപ്പം ഞെട്ടി നോക്കുക. എൻ്റെ മോളെ, ഈ ഗർഭിണികൾക്ക് കൊടുക്കുന്ന പച്ചമരുന്നുകളെ വേറെ ആരും രുചിച്ച് നോക്കാൻ പാടില്ല. അങ്ങനെ മറ്റാരും രുചിച്ച് നോക്കിയാലേ മരുന്നിൻ്റെ ഗുണം പോകും. അതുകൊണ്ട് ഞാനതൊന്നും ടേസ്റ്റ് ചെയ്തില്ല. ഈശ്വര, രക്ഷപ്പെട്ടു. ആലോചിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് വാ മോളെ, നമുക്ക് ലേഹ്യം കഴിക്കാം. ഉദയഭാനു സാർ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ഈശ്വര, അത് പച്ചമരുന്നല്ല വിഷച്ചെടിയാണെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയും? ഞാൻ ആ ലേഹ്യം കഴിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അപകടത്തിലാവും. അമ്മ നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ? ഒരു രക്ഷയില്ലല്ലോ. എന്താ ഞാനിപ്പോൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ദേവി ആലോചിച്ച് നിൽക്കുക. അപ്പോൾ ഗോമതി ചോദിക്കും, എൻ്റെ ദേവി, നീ ഇവിടെ നിന്ന് ആലോചിക്കാതെ എത്രയും വേഗം വന്നേ ലേഹ്യം എടുത്ത് കഴിക്കാൻ നോക്ക്. മോളുടെ അച്ഛൻ കൊണ്ടു തന്ന സാധനമല്ലേ എന്നും പറയുവാണേ. അതേസമയം സുഗിനി നോക്കുമ്പം ലേഹ്യം ഇങ്ങനെ മൂടി വെച്ചേക്കുക. അപ്പോൾ സുഗിനി, ഇതെന്താ ഈ മൂടി വെച്ചേക്കുന്നേ എന്നും പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. അല്ല, പായസമാണോ? കണ്ടിട്ട് പായസം പോലെ ഉണ്ടല്ലോ. അല്ല, ഇത് വേറെന്തോ ആണല്ലോ. പായസമാണെന്ന് തോന്നുന്നു. ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പായസമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇത് മുഴുവനും കഴിച്ചേക്കാം എന്നും പറഞ്ഞ് സുകന്യ ആർത്ത് പിടിച്ച് അത് മുഴുവനും കോരി കോരി കുടിക്കും കേട്ടോ. എന്ത് സാധനം ഇത്? നല്ല രുചിയുണ്ടല്ലോ. ഇതുപോലത്തെ ഒരു സാധനം ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. പായസമൊക്കെ ഇതിനു മുന്നേ തോറ്റു പോകും. ഇതുവരെയും കഴിക്കാത്തൊരു ഫ്ലേവർ. എന്താ വെച്ച് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയേ. അപ്പോഴത്തേക്കും മിത്ര അങ്ങോട്ട് വരും. എന്താ ഈ കാണിക്കുന്നത് എന്ന് മിത്ര ചോദിക്കും. നിനക്ക് കണ്ടൂടെ എന്ന് അപ്പം സുകന്യ പറയും. എൻ്റെ പൊന്നു ചേച്ചി, ഇതെടുത്ത് എന്തിനാ കഴിച്ചേ? കഴിക്കാനല്ലേ ഇതുണ്ടാക്കി വെച്ചത്? കഴിക്കാനാ ഇതുണ്ടാക്കിയത്, പക്ഷെ ചേച്ചിക്ക് കഴിക്കാനല്ല ഉണ്ടാക്കിയത്. ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സുകന്യ ചോദിക്കും. ഇത് എന്താണെന്നറിയുമോ? അല്ല, ഇത് ഹൽവയെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ മനസ്സിലായി ഹൽവയല്ലെന്ന്. പിന്നെ ഞാൻ പായസമാണെന്ന് കരുതി, പക്ഷെ പായസവും അല്ല, വേറൊരു ഫ്ലേവറാണ് ഇത്. എൻ്റെ ഈശ്വര, എന്താണെന്നറിയാതെയാണോ എടുത്ത് കഴിച്ചത് എന്നപ്പം മിത്ര പറയേ. അല്ല, കഴിക്കാനുള്ള എന്തോ ആണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പൊന്നു ചേച്ചി, ഇത് ദേവിയടത്തേക്ക് ഉണ്ടാക്കിയതാ. ഗർഭിണികൾ കഴിക്കുന്ന ലേഹ്യമാണ് ഇത്. ലേഹ്യമായിരുന്നോ ഇത് എന്നപ്പോൾ സുകന്യ ചോദിക്കുവേ. അതെ, ദേവേടത്തിയുടെ അച്ഛൻ കൊറിയയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമരുന്നുകളില്ലേ, ആ പച്ചമരുന്നുകൾ ഉണക്കി പൊടിച്ച് അപ്പച്ചി ലേഹ്യം ഉണ്ടാക്കിയതാ ഇത്. ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല. ചേച്ചി ഇത് കഴിച്ചാൽ ദേവിയെടുത്ത് പിന്നെ എന്തോ കഴിക്കും? എൻ്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടിട്ടെ മിത്രേ. ഇതൊക്കെ ഭയങ്കര മോശമാട്ടോ എന്ന് മിത്ര പറയും. നീ എന്നെ ഭരിക്കാൻ വരരുതേ എന്ന് അപ്പം മിത്ര പറയും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ടെന്നും. അപ്പം എന്താ അവിടെ എന്നും ചോദിച്ച് ഗോമതി അങ്ങോട്ട് വരും. എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? അപ്പച്ചി ദേ നോക്കിയേ, ദേവിയെടുത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ ലേഹ്യം മുഴുവനും സുകന്യ ചേച്ചി എടുത്ത് കഴിച്ചു. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പം ഇത് കാണുന്ന ദേവി ഞെട്ടി നിൽക്കും. എൻ്റെ ഈശ്വര, ആ വിഷം ലേഹ്യം മുഴുവനും സുകന്യ ചേച്ചി കഴിച്ചോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഭഗവാനെ എന്നും ചോദിച്ചുകൊണ്ട് ദേവി വരുക. ചേച്ചി ആ ലേഹ്യം മുഴുവനും കഴിച്ചോ എന്ന് ദേവി ചോദിക്കേ. 1 സ്പൂൺ കഴിക്കണമെന്ന് ആദ്യം വിചാരിച്ചേ, പക്ഷേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മുഴുവനും കഴിച്ചു. എൻ്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടണമല്ലോ എന്ന് പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവേ. അപ്പം ദേവി തലക്കായി വെച്ച് നിൽക്കുക. എന്ന് പറഞ്ഞ് അപ്പോൾ ഗോമതി പറയും, അല്ല മോളെ, ഞാൻ നിനക്ക് വേറെ ലേഹ്യം ഉണ്ടാക്കി തരാം എന്ന് പറയും കേട്ടോ. എൻ്റെ പൊന്നോ, ഒരു വിധത്തിലാ ഇനിയിപ്പോൾ സുകന്യച്ചയുടെ അവസ്ഥ എന്താകുമോ എന്തോ. സുകന്യ ചേച്ചിക്ക് എന്താ പറ്റാൻ പോണെന്ന് ദൈവത്തിനറിയാം. എന്താണ്ടൊക്കെ കാട്ടുവിഷ ചെടികളും അത്. അപ്പം മിത്ര പറയും, ഏട്ടത്ത് നല്ല 2 വർത്തമാനം പറയണമായിരുന്നു. നമ്മളെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർക്കൊരു പണി കൊടുക്കണം എന്ന് മിത്ര പറയും. നമ്മളായിട്ടിനി ചേച്ചിക്ക് പണി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതെന്താ ദേവിമോളെ നീ അങ്ങനെ പറഞ്ഞേ എന്ന് ഗോമതി ചോദിക്കേ. ഒന്നുമില്ലമ്മേ, ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ
ഉള്ളൂ. എൻ്റെ ഈശ്വര, ചേച്ചി ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരുമോ? എന്തൊക്കെ കാട്ടുവിഷ ചെടികളാണോ ആ കൂട്ടിലുണ്ടായിരുന്നത്, ദൈവം തമ്പുരാൻ അറിയാം എന്ന് പറഞ്ഞ് ദൈവം അവിടെ നിൽക്കാം. അതേസമയം ധർമ്മനാണെങ്കിൽ സുഗിന് എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ ഇടും കേട്ടോ, പൂക്കളുള്ള ഷർട്ടും ജീൻസും ഒക്കെ എടുത്തിടും. എന്നിട്ട് പറയും, ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആയോ? നിനക്ക് ഇപ്പം എന്നെ കൊണ്ടുപോകാൻ നാണക്കേടൊന്നും ഇല്ലല്ലോ. നമ്മൾ നേരെ പോകുന്നു, എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് നമുക്ക് അവിടുന്ന് പാർക്കിൽ പോകാം, എന്താ പോരെ എന്ന് ചോദിക്കുക. അതേസമയം സുകന്യാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക, ആകെ ആയിട്ടാട്ടോ ഇറങ്ങി വരുന്നേ. അപ്പം ധർമ്മം ചോദിക്കും, എന്തു പറ്റി സുകന്യെ, നിന്റെ മുഖത്ത് എന്തോ ഒരു ക്ഷീണം പോലെ എന്ന് ചോദിക്കുക. അല്ല സുകന്യെ, നമുക്കേ കുറച്ചു നേരം പാർക്കിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒരു സിനിമയും കൂടി കാണാലോ. സാധാരണ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പുറത്തു പോകുമ്പം 2 സിനിമയൊക്കെ കാണാറുണ്ട് എന്നൊക്കെ ധർമ്മം പറയുകയാണേ. അപ്പം ധർമ്മൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ സുകന്യ 1 or 2 തവണ ബാത്റൂമിൽ പോയിട്ട് വരിക. ഈ ഡ്രസ്സ് ഓക്കെ അല്ലേ സുകന്യെ, ഇപ്പം അമ്മാവൻ ലുക്ക് ഇല്ലല്ലോ എന്ന് സുകന്യയോട് ചോദിക്കുക. അപ്പം സുകന്യക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യം പാർക്കിൽ പോകണോ അതോ ബീച്ചിൽ പോകണോ? ആദ്യം എന്നെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എൻ്റെ മനുഷ്യ, എന്നിട്ട് നമുക്ക് പോവാം. എന്തു പറ്റിയെന്ന് വിശദീകരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. വേഗം ഒരു ടാക്സി വിളിക്കുക എന്നും പറഞ്ഞ് സുകന്യ അവിടെ കിടന്ന് കരയും കേട്ടോ. അയ്യോ, ഇതെന്തു പറ്റും നിനക്ക്, ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതേസമയം മീനു ആണെങ്കിൽ വളരെ ചിരിച്ച് കളിച്ച് റൂമിലേക്ക് കയറി വരിക. അപ്പം ആകാശ് ചോദിക്കും, എന്താണൊരു ചിരിയൊക്കെ, അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞില്ല, എന്ത് കാര്യം? നീ ചിരിക്കാതെ കാര്യം പറയാം എൻ്റെ മീനു എന്ന് പറയും. സുകന്യ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുക. പുള്ളിക്കാരിക്ക് എന്ത് പറ്റി എന്ന് ആകാശ് അപ്പോൾ ചോദിക്കും. ലൂസ് മോഷൻ. കൊള്ളാം, ഒരാൾക്കൊരു കഷ്ടകാലം വരുമ്പോൾ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുക. ഇതവർ സ്വയം വരുത്തി വെച്ചത് എൻ്റെ ആകാശേ. എൻ്റെ പൊന്നെ, അവരെ വേസ്റ്റായിട്ട് മാറ്റി വെച്ചിരുന്ന പഴയ ഭക്ഷണം വല്ലതും എടുത്ത് കഴിച്ചു കാണും. ആരോടും ചോദിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ. കണ്ണിന് മുന്നിൽ കാണുന്നതെല്ലാം വാരി തിന്നും. അങ്ങനെ എന്തോ ഒന്ന് തിന്ന് പണി കിട്ടിയതാട്ടോ എന്ന് മീനു പറയും കേട്ടോ. എന്നിട്ട് മീനു ഭയങ്കര ചിരിച്ചിരിക്കും. സുകന്യ ചേച്ചിയുടെ കാര്യം മുഴുവൻ കോമഡി ആകാശേ. ചേച്ചി കോലം വരച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ? അത് വൻ കോമഡി എൻ്റെ ആകാശേ. ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ കോലം ഇട്ടോണ്ടിരുന്നതാ. അപ്പോഴാ രാജരവിവർമ്മയുടെ എൻട്രി. ആര്? സുകന്യ ചേച്ചിയോ? ആന്നേ, പിന്നെ അല്ലാതെ ആരാ ഈ കുടുംബത്തിൽ വേറെ രവിവർമ്മ? എന്നിട്ട് രവിവർമ്മ എൻട്രി ചെയ്തിട്ട് എന്ത് ചെയ്തു? എൻ്റെ ആകാശേ, വന്ന ഉടനെ 1.5 കിലോ തള്ളങ്ങ് തുടങ്ങി. ഞാൻ അതാണ് ഇതാണ്, എൻ്റെ പൊന്നോ, ഞാൻ കോലം വരച്ച ഈ മാസം മുഴുവനും അവിടെ കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചു സത്യമാണെന്ന്. എന്തായാലും ഒരു പണി ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ കോലം മാവ് ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് ചേച്ചി കോലം വരച്ചില്ലേ? പിന്നെ കോലം വരച്ചില്ലേന്നോ? വളരെ നല്ല കോലമായിരുന്നു ചേച്ചി വരച്ച കോലവേ. ആകാശം ഒന്ന് കാണണമായിരുന്നു. അത്രയ്ക്ക് കിടുവായിരുന്നോ? പിന്നെ ചേച്ചി വരച്ചത് കോലമാണോ ഇന്ത്യയുടെ ഭൂഘടമാണോ എന്ന് പോലും അറിയാൻ മേലായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ആ മാമനും കയറി വന്നു. പിന്നെ മാമൻ അവിടെ കിടന്ന് പൊളിച്ചെടുക്കാൻ തുടങ്ങി. മാമനാണെങ്കിലേ ചിരി കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങളും ചിരിച്ചുപോയി. ഫുൾ കോമഡി ആയിരുന്നു. ചുരുക്കി പറഞ്ഞാലേ നിമിഷ നേരം കൊണ്ട് രവിവർമ്മ നീലം പരിശായി. ഇപ്പം അതെ ലൂസ് മോഷന്. അവർ ഫുൾ കോമഡി എൻ്റെ ആകാശം. ഓരോരോ മണ്ടത്തരങ്ങളെ കാണിച്ചു തരുന്നത്. ചേച്ചിക്ക് ഈ വീട്ടിൽ വന്നിട്ട് പണിയോട് പണിയാ, മനസ്സിലായി? നീയും ദേവിയടുത്തേയും മിത്രം കൂടി ചേർന്ന് പാവ സുകന്യ ചേച്ചിയെ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് ആകാശം ചോദിക്കുക. എങ്ങനെ? അല്ല, നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ആ പാവത്തിനെ നിങ്ങൾ പെൺപട ഒരുമിച്ച് നിന്ന് തകർക്കാനുള്ള പരിപാടിയല്ലേന്ന് എനിക്കൊരു സംശയം. എൻ്റെ വെറും സംശയമാണ്. സുകന്യ ചേച്ചിയുടെ അടുത്ത് പെട്ടെന്ന് എങ്ങനെ വന്നു നിനക്കൊരു സെൻറ്റിമെൻറ്റ്സ്? ഈ വീട്ടിൽ ആരുടെ മുഖത്ത് നോക്കിയും സത്യം പറയാനുള്ള ധൈര്യം അവർക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായി നിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് അപ്പം മീനു പറയും. എന്താ? അച്ഛനെ എതിർക്കുന്നവരെയൊക്കെ നമ്മളുടെ സുഹൃത്താണല്ലോ എന്ന് മീനു അപ്പം പറയേ. അങ്ങനെയൊന്നുമില്ല. സത്യം പറയുന്നത് ആരാണോ അവരുടെ കൂടെ ഈ ആകാശം നിൽക്കും. ആകാശേ മോൻ്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലാകും. ഞാനതിന് പൊട്ടിയൊന്നും അല്ല. എൻ്റെ നോട്ടത്തിൽ പുള്ളിക്കാർക്ക് ഒരു കുറ്റവും ഇല്ല, കുറവുമില്ല. മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ അവർ ഓപ്പണായിട്ട് പറയും. ഗോമതി സ്റ്റോഴ്സ് ബാലനെതിരെ സംസാരിക്കാൻ ഈ വീട്ടിൽ വേറെ ആർക്കും ധൈര്യമില്ലല്ലോ. ധൈര്യമുള്ള ഒരാളെങ്കിലും വീട്ടിലിരിക്കട്ടെ. ആയിക്കോട്ടെ. അവസാനം സുകന്യ ചേച്ചി വള്ളിക്കട്ട് കേസാന്ന് പറഞ്ഞ് ആകാശ് തന്നെ വരരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് മീനു അവിടെ നിന്ന് കേൾക്കുവാണേ. അല്ല മീനു, നീ ഓഫീസിലോട്ട് പോകാൻ തുടങ്ങണോ? അതേലോ. എന്താണാവോ കാര്യം എന്നപ്പോൾ ചോദിക്കുക. ഞാനിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ലൈസൻസിൻ്റെ കാര്യത്തിനാണെങ്കിൽ ആ പരിസരത്തേക്കേ നീ വരണ്ട എന്നപ്പം മീനു പറയും. മീനു, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഞാൻ വലിയ പ്രശ്നത്തിലാണ്. അതൊന്ന് നീ മനസ്സിലാക്കണ്ട മീനു. എന്ത് പ്രശ്നമാണെങ്കിലും ശരി,
ശരി, ഒറിജിനൽ ഡോക്യുമെൻസും ആയിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി. ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ആ പടി നീ കയറണ്ട. അന്നത്തെ ആ ഉടായ്പ ഡോക്യുമെൻ്റ് ഞാനെടുത്തങ്ങ് കളഞ്ഞു. ഇനിയും അങ്ങനത്തെ ഉടായ്പമായിട്ട് വന്നാലേ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. മന്ത്രിയുടെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാൻ ആ ഫയൽ മാറ്റിവെച്ച് പണി തന്നത് ആകാശനല്ലേ? അതിന് മീറ്റിംഗ് ഇതുവരെ നടന്നില്ലല്ലോ. ഓരോ അവധി പറഞ്ഞ് മാറ്റി വെച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് ആകാശ് ചോദിക്കും. അതൊന്നും ആകാശ് അറിയണ്ട. മന്ത്രിയുടെ മുൻപിൽ ഫയൽ പ്രസൻറ്റ് ചെയ്താൽ പോരെ? അത് ഞാൻ പ്രസൻറ്റ് ചെയ്തോരാം എന്ന് പറയും. അത് നീ എന്തെങ്കിലും ചെയ്യുക എന്ന് ആകാശ് അപ്പം പറയും. എൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിലൊരു തീരുമാനം നീ പറ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലൈസൻസ് ഞാൻ തരാം. ശരിക്കും തരുമോ? ആ മോഷ്ടിച്ചു കൊണ്ടുപോയി എൻ്റെ ഫയലേ തിരിച്ചു കൊണ്ടുപോവാ. അപ്പം ഞാൻ ലൈസൻസും തരാം. എന്നിട്ട് നമുക്ക് ലൈസൻസിൻ്റെ കാര്യം തീരുമാനിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് മീനു ആകാശിനോട് ചോദിക്കുകയാണേ. എന്നിട്ട് അവൾ ഓഫീസിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോവാ. ആകാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതേസമയം ദേവി അച്ഛനെ വിളിക്കുക. അയ്യോ, അച്ഛനും അമ്മയും പെട്ടെന്ന് രക്ഷപ്പെട്ടു. എന്താ കാര്യം? പോലീസ് ഇപ്പോൾ വരും അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ. എൻ്റെ മോളെ നീ ഒന്ന് തെളിച്ചു പറ. അച്ഛൻ കൊണ്ടുവന്ന കാട്ടുവള്ളി ആയുർവേദ മരുന്നാന്ന് കരുതി അമ്മ ലേഹ്യം ഉണ്ടാക്കി വെച്ചു. അയ്യോ, എന്നിട്ടോ അത് നീ എടുത്ത് കളഞ്ഞില്ലേ മോളെ? ഇത് ആയുർവേദ മരുന്നല്ല എന്ന് ഇന്നല്ലേ എന്നോട് പറഞ്ഞേ. ഓ എടി, എന്നിട്ട് നീ അതെടുത്ത് കഴിച്ചോ? അത് വിഷച്ചെടിയാണെന്ന് എനിക്കറിയൂല്ലോ. ഞാനതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ എന്താ പ്രശ്നം? ഓ, സുഗിന്യ ചേച്ചി ആ ലേഹ്യം എടുത്ത് കഴിച്ചിട്ടുണ്ട്. അവൾ എന്തിനാ ഈ ലേഹ്യമൊക്കെ എടുത്ത് കഴിയുന്നത്? നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ലേഹ്യം അവൾ എന്തിനാടി എടുത്ത് കഴിച്ചത്? അത് ചേച്ചിയുടെ കഷ്ടകാലം, അല്ലാതെ ഇപ്പം ഞാനെന്താ പറയാം. എന്നിട്ട് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? അല്ല, ഒരു കുഴപ്പമില്ല, പരമ സുഖമാണല്ലോ. അതുകൊണ്ടിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുവാ. പിന്നെ എന്താ, നീ പോലീസ് വരും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? മാമനെ ചേച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവർക്ക് സീരിയസ് ആന്നേ. ഇനി അയ്യോ പൊത്തോന്നൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അച്ഛനും അമ്മയും ജയിലിൽ കിടക്കും, ഞാൻ പറഞ്ഞേക്കാം. ദൈവമേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേടി മോളെ. ചേച്ചിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചോ. എൻ്റെ ഈശ്വര, ഓരോ വയ്യാവേലികൾ എൻ്റെ തലയിലോട്ട് വരുവാണല്ലോ എന്നും പറഞ്ഞ് ഉദയഭാനു ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പം ദേവി, ഇവരെ കൊണ്ട് ഞാൻ മടുത്തു, എന്നതൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ദേവി മനസ്സിൽ പറയാം. അപ്പം ശ്രീകല അങ്ങോട്ട് വരിക. എന്തു മനുഷ്യ, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എൻ്റെ ശ്രീകലെ, നമ്മളെന്ന് വിഷം കുടിക്കാൻ തീരുമാനിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ആനന്ദിനെയും കൊണ്ട് ദേവി ആശുപത്രി പോയ ദിവസം. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർമ്മിപ്പിക്കുന്നേ എന്നപ്പം ചോദിക്കുവേ. ഓർമ്മിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. നിങ്ങളുടെ മുഖം എന്നാ ഒരു വല്ലാതിരിക്കുന്നേ? എനിക്ക് എൻ്റെ സ്വഭാവത്തിന് ഇനിയും അതിൻ്റെ ആവശ്യം വരുമെന്ന് പറഞ്ഞല്ലേ നീ അന്ന് ആ വിഷം എടുത്ത് മാറ്റി വെച്ചത്? അതെ, നമുക്കെപ്പോഴാ അത് വേണ്ടി വരികയെന്നറിയില്ല. എവിടെയാ അത് വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാനിതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം എന്താ ഇതൊക്കെ ചോദിക്കുന്നത്? അന്ന് കുടിക്കാതെ മാറ്റി വെച്ച ആ വിഷം ഇന്ന് ചിലപ്പം ആവശ്യം വരും. ഇന്നോ? അതിന് മാത്രം ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനു മാത്രം അറിയാം. എനിക്കൊന്നും അറിയില്ല ശ്രീകലെ. നമ്മളുടെ എല്ലാ പണികളും പാളിപ്പോയെന്നാ തോന്നുന്നേ എന്ന് അപ്പോൾ പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും